നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉടുപ്പി ശ്രീകൃഷ്ണമഠം പര്യായോത്സവ ഘോഷയാത്രയിൽ ജില്ലാ കലക്ടർ ഓം ആലേഖനം ചെയ്ത കാവി പതാകയേന്തിയത് വിവാദമായിരിക്കുന്നു. കലക്ടർ ഏന്തിയത് RSSന്റെ പതാകയാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് ഘടകമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന് ശിരൂർ മഠാധിപതി വേദവർദ്ധന തീർത്ഥസ്വാമിയുടെ നഗരപ്രവേശന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്താണ് കലക്ടർ കാവി പതാകയേന്തിയത്. ഉടുപ്പിയിലെ BJP MLA യശ്പാൽ സുവർണ RSS പതാകയാണ് കലക്ടർക്ക് കൈമാറിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ആരോപണം കലക്ടർ നിഷേധിച്ചു. 2026 മുതൽ 28 വരെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ശിരൂർ മഠത്തിന് കൈമാറുന്നതിന്റെ ഭാഗമായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. 8 മഠങ്ങൾ മാറി മാറിയാണ് ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല നടത്തുന്നത്. ഭരണ ചുമതല മാറുന്ന ചടങ്ങിൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കാറുണ്ട്. ചടങ്ങുകൾക്ക് വൻ ജനാവലിയും എത്താറുണ്ട്. നടന്നത് രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ലെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് പങ്കെടുത്തതെന്നുമാണ് കളക്ടറുടെ വിശദീകരണം. എന്നാൽ സംഭവത്തിൽ കളക്ടറോട് ഔദ്യോഗിക വിശദീകരണം ചോദിച്ചോ എന്നറിയില്ല. അതേസമയം കോൺഗ്രസ് നടപടിക്കെതിരെ BJP രംഗത്തെത്തി. ഇതൊരു പരമ്പരാഗത ഹിന്ദു ഉത്സവമാണ്. അവിടെ ഉപയോഗിക്കുന്ന പതാക വെറും ഒരു പതാകയാണ്. അത് പാകിസ്ഥാന്റെ പതാകയല്ല. അങ്ങനെയുള്ള പതാക കലക്ടർ ഏന്തിയതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്നാണ് ഒരു BJP നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന് ശിരൂർ മഠാധിപതി വേദവർദ്ധന തീർത്ഥസ്വാമിയുടെ നഗരപ്രവേശന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്താണ് കലക്ടർ കാവി പതാകയേന്തിയത്. ഉടുപ്പിയിലെ BJP MLA യശ്പാൽ സുവർണ RSS പതാകയാണ് കളക്ടർക്ക് കൈമാറിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ആരോപണം കളക്ടർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിലെ ഭരണ ചുമതല കൈമാറുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. മറ്റൊരു രാഷ്ട്രീയ നീക്കങ്ങളും ഇതിന് പിന്നിലില്ല എന്നാണ് അറിയിക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ഒരുപാട് ആളുകൾ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ലെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് പങ്കെടുത്തതെന്നാണ് കളക്ടറുടെ വിശദീകരണം. എന്നാൽ സംഭവത്തിൽ കളക്ടറേറ്റ് ഔദ്യോഗിക വിശദീകരണം ചോദിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് പരാതി അടക്കം നൽകിയിട്ടുണ്ട്. ഒരു കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കവും പാടില്ല എന്നറിയിച്ചുകൊണ്ട് ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നുണ്ട്.